പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ നാം അഭിമാനം കൊള്ളണം. അവിടുന്നിലാണ് നമ്മുടെ രക്ഷയും ജീവനും ഉത്ഥാനവും. അവിടുന്ന് വഴിയാണ് നാം രക്ഷിക്കപ്പെട്ടതും മോചിതരായതും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ മഹത്വീകരണത്തിൻ്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടുകയാണ്. നമുക്കതിനു വേണ്ടി നന്നായിട്ട് ഒരുങ്ങി ബലിയർപ്പിക്കാം. കുരിശ് നമ്മുടെ ഒരു അടയാളമാണല്ലോ. ഈശോ കുരിശിൽ മരിച്ചത് വഴി ലോകത്തിലത് ശിക്ഷയ്ക്ക്, മനുഷ്യരെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു അടയാളമായിരുന്നത് അത് രക്ഷയുടെ അടയാളമായി മാറി. നമ്മൾ പ്രഭാതം മുതൽ കുരിശടയാളം വരച്ച് ആരംഭിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതം, ആ ശൈലി നമ്മുടെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്കതുകൊണ്ട് ഈശോയുടെ കുരിശിനെ വണങ്ങാം. കുരിശിൽ മരിച്ച ഈശോയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കുരിശിൽ മരിച്ച ഈശോയുടെ ബലിയുടെ അനുസ്മരണമാണ് ഈ ബലിയർപ്പണം. നമുക്കത് ഭംഗിയായി, ഭക്തിയോടെ, ശ്രദ്ധയോടുകൂടെ മുഴുവൻ അനുഗ്രഹവും നമുക്ക് ലഭിക്കത്തക്ക വിധത്തിൽ നമുക്ക് ശ്രദ്ധയോടെ പങ്കുചേരാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
വാഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവേക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവ സൂനുവേ, കർത്താവം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സ്വരൂപ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുത നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങ് ഏകജാതൻ കുരിശിൽ സഹിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണത്തിൻ്റെ ഫലം കൈവരിക്കാൻ അർഹരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സംഖ്യാപുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു.
ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പമുണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പമുണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാൻ ഒരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടത്തെ തേടി. അവർ അനുതപിച്ച് ദൈവത്തിങ്കലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്നു നിന്നില്ല. അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയുമില്ല. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു, അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി തൻ്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും യേശുക്രിസ്തു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. അത് കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റും പറയുന്നതിന് വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കുരിശുമരണത്താൽ ലോകം വീണ്ടെടുത്ത് രക്ഷിച്ചു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു നിക്കോദേമസിനോട് അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും
ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. ദുഃഖവെള്ളിയാഴ്ചയല്ലേ കുരിശ് മഹത്വീകരിക്കപ്പെട്ടത്, ഈശോയുടെ മരണത്തോടുകൂടെ. അപ്പോൾ പിന്നെന്താണ് സെപ്റ്റംബർ 14 ഈ തിരുനാൾ ആഘോഷിക്കുന്നത്? നിങ്ങൾക്കതേക്കുറിച്ച് അറിയാവോ? അതിനൊരു ചരിത്രമുണ്ട്. AD 326 ഹെലേന രാജ്ഞി, ആ രാജ്ഞിയാണ് ഈ കുരിശ് കണ്ടെത്തിയത്. ഈശോയെ കുരിശിൽ തറച്ച സ്ഥലം, ഈശോയെ അടക്കിയ സ്ഥലം, അവിടെ ഒരു പാറ വെട്ടിയുണ്ടാക്കിയ കുഴികളിൽ നിന്ന് കുരിശുകൾ കണ്ടെത്തി. അപ്പോൾ ഈശോയുടെ കുരിശാണെന്ന് എങ്ങനെ മനസ്സിലായി? അതിൽ പറയപ്പെടുന്നൊരു കാര്യം, ഈ ഹെലേന രാജ്ഞിക്ക് ഈശോയുടെ കുരിശിന് നല്ല വിശ്വാസമാണ്. ഈശോ ആരാണെന്നറിയാവുന്നത് കൊണ്ട് ഈശോയുടെ കുരിശറിയാൻ ഒരു മൃതദേഹം ഇങ്ങനെ എല്ലാ കുരിശുകളിലും വെച്ച് കിടത്തി നോക്കി. അപ്പോൾ ഈശോയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ ഈശോയുടെ കുരിശാണെന്ന് തിരിച്ചറിഞ്ഞത്, അങ്ങനെ മൃതദേഹം കിടത്തിയ ആ കുരിശിൽ ആ മൃതദേഹം ജീവൻ പ്രാപിച്ചു. അങ്ങനെ ഒരു പറയപ്പെടലുണ്ട്. പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം ഈ ഹെലേന രാജ്ഞിയുടെ മകൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആ കല്ലറ, ഈശോ കുരിശിൽ മരിച്ച സ്ഥലം, കല്ലറ ഈശോ കുരിശിൽ മരിച്ച സ്ഥലം, അവിടെ ഒരു പള്ളി പണിതു. എന്നിട്ട് അത് പള്ളി പണിതത്, അത് പ്രതിഷ്ഠിച്ചത് സെപ്റ്റംബർ 13 പിറ്റേ ദിവസം സെപ്റ്റംബർ 14 ഈ കുരിശ് 9 വർഷങ്ങൾക്ക് ശേഷം 326 കണ്ടെത്തിയ കുരിശ് 335 AD 335 ആ കുരിശ് പ്രതിഷ്ഠിച്ചു. അതാണ് ഇതിൻ്റെ ഒരു കാരണം, ഇന്നത്തെ തിരുനാളിൻ്റെ കാരണം. പിന്നീട് 614 പേർഷ്യൻ രാജാവ് ഈ കുരിശ് പിടിച്ചടക്കി, അതായത് എടുത്തോണ്ട് പോയി. ശത്രു രാജ്യം അവർ ഈ കുരിശ് എടുത്തോണ്ട് പോയി. പിന്നീട് 628 ഹെറാക്ലീറ്റസ് ചക്രവർത്തിയാണ് വീണ്ടും ഈ കുരിശ് പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി ഈ കുരിശ് വീണ്ടെടുത്തു. അത് വീണ്ടും പ്രതിഷ്ഠിച്ചത് സെപ്റ്റംബർ 13, 14 ദിവസങ്ങളിലാണ്. അതാണ് ഈ തിരുനാളിൻ്റെ അടിസ്ഥാനം. അപ്പോൾ കുരിശ് തിരികെ കിട്ടിയതിൻ്റെ ഓർമ്മ ദിനമാണ്. കുരിശ് കണ്ടെത്തിയതിൻ്റെയും കുരിശ് തിരികെ കിട്ടിയതിൻ്റെയും ഓർമ്മ ദിനമാണ് സെപ്റ്റംബർ 14. ഇനി എന്തുകൊണ്ടായിരിക്കാം ഈ കുരിശ് ഇത്ര മഹത്വീകരിക്കപ്പെട്ടത്? ഈശോയെ വഹിച്ചത് കൊണ്ട്, ഈശോ വഹിച്ചത് കൊണ്ടും ഈശോയെ ഇത് ഇങ്ങനെ താങ്ങി നിന്നതുകൊണ്ടും. അതാണ് യഥാർത്ഥത്തിൽ പ്രഭാതത്തിൽ 3 മണിക്കാണ് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെ 6 മണിക്കൂർ നീണ്ടു നിന്ന വിചാരണ, പീലാത്തോസിന് മുമ്പിലൊക്കെ നിന്നുള്ള വിചാരണ, അത് 9 മണി വരെ, 9 മണി മുതൽ 12 മണി വരെയാണ് ഈശോ കുരിശ് വഹിച്ചത്. 3 മണിക്കൂർ ഈശോ കുരിശ് വഹിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ധ്യാനാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്. കുരിശ് ചോദിച്ചു, ഈശോയെ നീ എന്നെ വഹിച്ചതല്ലേ, ഇനി ഞാൻ നിന്നെ വഹിക്കട്ടെ. അങ്ങനെ 3 മണിക്കൂർ ഈശോ കുരിശിൽ തൂങ്ങിക്കിടന്നു. എന്നിട്ടാണ് ഈശോ മരണമടയുന്നത്. അപ്പോൾ അതൊരു ചിന്തയാണ്. ഈശോയെ വഹിച്ചത് കൊണ്ടാണ് ഈ കുരിശ് മഹത്വീകരിക്കപ്പെട്ടത്. നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സന്ദേശം ഇതാണ്: നമ്മൾ ഈശോയെ വഹിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ വഹിക്കുന്നുണ്ടോ ഈശോയെ? ഈശോയെ വഹിച്ചാൽ നമ്മൾ മഹത്വീകരിക്കപ്പെടും, നമ്മളെ ദൈവം മഹത്വപ്പെടുത്തും. പ്രത്യേകിച്ച് നമ്മൾ ഈ തീർത്ഥാടനം വഴി, കത്തോലിക്ക വിശ്വാസ ജീവിതം വഴി നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകളെല്ലാം ദൈവം നമുക്ക് തരും. നമുക്ക് 3 രീതിയിൽ കുരിശിനെ നമുക്ക് മഹത്വപ്പെടുത്താൻ സാധിക്കും.
നമുക്ക് നല്ല രീതിയിലൊന്ന് കുരിശടയാളം വരച്ച് ശീലിക്കുക. നമ്മൾ പലർക്കും കുരിശടയാളത്തിൻ്റെ പ്രാർത്ഥന വലിയ കുരിശടയാളം, ചെറിയ കുരിശടയാളം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി എന്ന് പറഞ്ഞ ത്രിത്വസ്തുതി നമ്മൾ നൽകുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: സ്വർഗത്തിലെ പിതാവായ ദൈവം. അങ്ങനെ ശിരസിൽ നിന്ന് കരമെടുത്ത് താഴേക്ക് പുത്രൻ്റെയും എന്ന് വയ്ക്കുമ്പോൾ പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അതിൻ്റെ ഒരു സൂചനയാണ് കരമിങ്ങനെ താഴോട്ട് വയ്ക്കുന്നത്. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ തിന്മയുടെ ഇടതുവശത്ത് നിന്ന് നന്മയുടെ വലതുവശത്തേക്ക് വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തി. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇനി വലിയ കുരിശടയാളം, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. നമ്മൾ വൃത്തിയായിട്ട് ഈ കുരിശടയാളം വരയ്ക്കണം. പലപ്പോഴും ഇത് ലോപിച്ചു പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന വിധത്തിൽ കുരിശടയാളത്തെ നമ്മൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്, ഇല്ലേ? കൃത്യമായിട്ട് വരക്കാതെ. അപ്പോൾ ഒന്നാമത്തെ കുരിശിനെ മഹത്വീകരിക്കാനും കുരിശിനെ ബഹുമാനിക്കാനും ഒന്നാമത്തെ കാര്യം നന്നായിട്ട് കുരിശടയാളം വരയ്ക്കുക. രണ്ടാമത്തെ ഒരു കാര്യം ഈശോ പറഞ്ഞിട്ടില്ലേ, കുരിശ് വഹിക്കാൻ പറഞ്ഞിട്ടില്ലേ? ലൂക്കായുടെ സുവിശേഷം 9:23 വാക്യം, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടപ്പാടുകളുണ്ടാകാം, ദുരിതങ്ങളുണ്ടാകാം. അതാണല്ലോ നമ്മുടെ കുരിശ്, നമ്മുടെ സഹനങ്ങൾ. ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്ന ഒരാൾക്ക് കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകളുണ്ട്. പക്ഷേ അയാൾ കുടുംബജീവിതത്തിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നന്നായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ്, സ്നേഹമില്ലെന്ന് പറഞ്ഞ് ഒരു വിവാഹേതര ബന്ധം പുലർത്താൻ പോയാലോ? അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുരിശിനെ അവിടെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ അരൂപിയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അപ്പോൾ നമ്മൾ കുരിശ് വഹിക്കുന്നുണ്ടോ? ഈശോ എന്താ പറഞ്ഞിട്ടുള്ളത്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശം വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. നമ്മൾ പലപ്പോഴും നമുക്ക് ദൈവം തന്ന സഹനങ്ങളാകുന്ന കുരിശുകൾ അവിടെ വെച്ചിട്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കാൻ നടക്കുക. അപ്പോൾ നമ്മൾ കുരിശ് വഹിക്കുന്നില്ല. ഇനി ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ച പ്രഥമ വ്യക്തി അത് പരിശുദ്ധ മറിയമാണ്. മറിയം നമുക്ക് കാണിച്ചു തന്നത് കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു, കുരിശിൻ്റെ ചുവട്ടി വന്ന് നിന്ന് ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചു. എന്നിട്ട് ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി. ഇതാണ് യഥാർത്ഥത്തിലുള്ള കുരിശാരാധന. നമുക്കതിനുള്ള അവസരമുണ്ട്. ഞായറാഴ്ച ആചരണം, അത് ഈശോയുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങളുടെ അനുസ്മരണമാണ്. എല്ലാ ദിവസമുള്ള ബലി, പക്ഷെ ഞായറാഴ്ച കടമുള്ള ദിവസമാണ്. അപ്പോൾ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുക. ഇനി മാതാവ് മടിയിലേക്ക് ഈശോയുടെ ശരീരം സ്വീകരിച്ചതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തെ നമ്മൾ ആരാധിക്കുകയാണ്. ഇനി കുമ്പസാരിക്കാൻ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നമുക്ക് പാപമോചനവും ദൈവവരപ്രസാദം കിട്ടുന്നത് ഈശോ കുരിശിൽ മരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ കൂടെ കുമ്പസാരം, കൂടെ കുർബാന സ്വീകരണം, ഞായറാഴ്ച ആചരണം, ഇതുവഴി നമ്മൾ ഈശോയുടെ കുരിശിനെ നമ്മൾ മഹത്വീകരിക്കുക. ഒന്ന് കുരിശടയാളം വഴി, 2 ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി, 3 നമ്മൾ ഈ കൗദാശിക ജീവിതം ജീവിക്കുന്നത് വഴി നമുക്കങ്ങനെ സാധിക്കട്ടെ. കുരിശോളം അണയാ എൻ ക്രൂശിതനെ അടുത്തറിയാൻ, കുരിശേന്തി അണയാ എൻ ക്രൂശിത നിൻ സ്വന്തമാകാൻ, ദിവ്യ സ്നേഹത്താൽ തീർത്തൻ ജീവനിൽ നീയൊരുക്കിയ സഹനങ്ങൾ സ്വീകരിച്ചിടാം, ഞാനും മാറ്റിയിടാം കൊച്ചു സ്നേഹത്തിൻ മുറിപ്പാടുകളായി. പാപികൾക്കായി പ്രാണനേകും സ്നേഹമേ, നിന്റെ മുറിപ്പാടുകളിൽ മുത്തിയിടുന്നു, ആരാധിച്ചിടുന്നു ഞങ്ങൾ യേശുവേ, ആരാധിച്ചിടുന്നു ഞങ്ങൾ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും
ദൃശ്യം അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി. പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങൾ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ ദിവസം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഏറ്റവും യോഗ്യതയോടുകൂടെ ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് നൽകണമേ. കൗദാശിക ജീവിതത്തിലൂടെ കുരിശ് മരണത്തെ ആരാധിച്ച് ദൈവികമായ ഇഷ്ടവും അനുഗ്രഹവും സ്വീകരിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. അപ്പവും വീഞ്ഞുമീ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമീ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചപ്പോൾ ആശീർവദിക്കൂ തമ്പുരാനേ. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കുരിശിൻ്റെ അൾത്താരയിൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയർപ്പണം ഞങ്ങളെല്ലാ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
മരണമുദയം ചെയ്തെടുത്ത് ജീവൻ ഉത്ഥാനം ചെയ്യാൻ കുരിശുമരത്തിൽ മാനവരാശിയുടെ രക്ഷ അങ്ങ് സംസ്ഥാപിച്ചു. മരത്തിൽ വിജയിച്ചവനെ നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി മരത്താൽ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി
ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ.
എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് ദിവ്യവിരുന്നിനാൽ പരിപോഷിതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് നന്ദി സൂചകമായി ഈ വരിയിലൂടെ നമ്മളെ കർത്താവ് നമ്മളുടെ അടുത്ത് വന്നതിന് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് യോഗ്യതയോടെ നിൽക്കുന്ന നമ്മൾ വിശ്വാസികളൊന്നു ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം കർത്താവേ, കുരിശിൻ്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വർഷിക്കപ്പെടട്ടെ. ഏത് നിയോഗത്തോടുകൂടെ ഈ ദാസിദാസന്മാർ ഇവിടെ വന്നിരിക്കുന്നുവോ ആ നിയോഗങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടട്ടെ. കുടുംബങ്ങളിൽ കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന തടസ്സങ്ങൾ, ബന്ധനങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ, കടബാധ്യതകൾ മാറട്ടെ, വിദേശത്തും നാട്ടിലും ജോലി ലഭിക്കട്ടെ, മദ്യപാനാസക്തി മാറട്ടെ. കർത്താവേ, കുർബാന സ്വീകരിച്ച് അങ്ങയുടെ കുരിശ് മരണത്തെ ആരാധിക്കുന്ന ഈ സമൂഹത്തോട് കരുണ കാണിക്കണമേ. ഞങ്ങൾ പാപികളാണ്, ബലഹീനരാണ്. അങ്ങയുടെ അനുഗ്രഹം കിട്ടാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. എങ്കിലും കർത്താവേ, ഈ തിരുനാളിനെ പ്രതിയും ഈ പരിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയെ പ്രതിയും ഈ ദാസീദാസന്മാരോട് അങ്ങ് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൊടുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ.
പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലിയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.